ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NNN വേൾഡ്. ട്രയാങ്കിൾ സിറ്റി വിസിറ്റിൻ്റെ ലാസ്റ്റ് 2 days ഞങ്ങൾ ഡൽഹിയാണ് എക്സ്പ്ലോർ ചെയ്തത്, നമ്മുടെ ക്യാപിറ്റൽ സിറ്റി. ആദ്യം രാജ്ഘട്ട് കാണാൻ ചെന്നെങ്കിലും പിറ്റേന്ന് ഗാന്ധിജിയുടെ മരണദിനമായിരുന്നതിനാൽ അവിടെയെല്ലാം ക്ലോസ്ഡ് ആണ്, വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇസ്കോൺ ടെമ്പിൾ. വേദിക് ആൻഡ് ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ വളരെ കൃത്യമായി നടത്തിവരുന്ന ഈ ഇസ്കോൺ ടെമ്പിൾ അറിയപ്പെടുന്നത് ശ്രീ ശ്രീ രാധാ പാർത്ഥസാരഥി മന്ദിർ എന്നാണ്. അതിനുശേഷം ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോയി. മനോഹരമായൊരു വെള്ളത്താമര, വളരെ ഭംഗിയാർന്ന പരിസരവും ശാന്തമായ പ്രാർത്ഥനാ സ്ഥലവും. ഇവിടുത്തെ പ്രത്യേകത, എല്ലാ മതക്കാർക്കും വന്നിരുന്ന് നിശബ്ദമായി അവരവരുടെ പ്രാർത്ഥനകളിൽ മുഴുകാം. പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയും ആരാധനകൾ ഇവിടെയില്ല. ശാന്തം, നിശബ്ദം. അതിനുശേഷം ഞങ്ങൾ പോയത് കുത്തുബ് മിനാറിലേക്കാണ്. 1199 1220 ഇടയിൽ നിർമ്മിച്ച ഇതിൽ 399 പടികളുണ്ട്. ഡൽഹിയിലെ ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മാണം ആരംഭിച്ച കുത്തുബ് മിനാർ 1368 പൂർത്തിയാക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇതാണ് ഡൽഹിയിലെ പ്രസിദ്ധമായ അയൺ പില്ലർ. വിക്രമാദിത്യൻ എന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ രണ്ടാമൻ നിർമ്മിച്ച വിഷ്ണു സ്തംഭം. ഇതിപ്പോൾ കുത്തുബ് കോംപ്ലക്സിലാണുള്ളത്. ഇരുമ്പ് സ്തംഭമാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങൾക്ക് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന ഘടനയാണുള്ളതത്രേ. അതുകൊണ്ട് തന്നെ 6 ടണ്ണിലധികം ഭാരമുള്ള ഈ സ്തംഭം എല്ലാവരിലും അത്ഭുതമാണ്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങൾ ഇതിൽ കാണാം. പിന്നീട് ഞങ്ങൾ പോയത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയലിലേക്കാണ്. ഇത് തീൻ മൂർത്തി മെമ്മോറിയൽ എന്നും അറിയപ്പെടുന്നു. നെഹ്റുവിൻ്റെ വീടായിരുന്നു ഇത്. ഇവിടെ ഇതുവരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെയും കാഴ്ചപ്പാടുകളും സംഭാവനകളും എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ പുസ്തകം, ഏതു ഭാഷയിലും ഇത് വായിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഓരോ ഭാരതീയനും ഇതൊക്കെ കാണേണ്ടതു തന്നെയാണ്. നെഹ്റു മെമ്മോറിയലിൽ നിന്നും ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലേക്കാണ് പോയത്. അകാലത്തിൽ പൊലിഞ്ഞ 2 പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും താമസിച്ചിരുന്ന വീട്, അവസാന നാളിൽ ഉപയോഗിച്ചിരുന്ന രക്തക്കറ പുരണ്ട വസ്ത്രം വരെ ഇവിടെ കാണാം. ഇത് ഇന്ദിരാഗാന്ധി അവസാനമായി നടന്ന, ഒടുവിൽ വെടിയേറ്റു വീണ സ്ഥലം. പിന്നീട് കണ്ടത് ഹുമയൂൺ ടോംബാണ്. ഹുമയൂണിൻ്റെ മരണശേഷം ആദ്യ ഭാര്യ ബേഗ ബീഗം പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരമാണിത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. 1931 നിർമ്മിച്ച ഇത് മുൻപ് ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നു. രാജ്പഥിനു സമീപം സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകമാണിത്. 1914 മുതൽ 21 വരെ 1-ാം ലോക മഹായുദ്ധം തുടങ്ങി നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു മരിച്ച 74,000-ൽ പരം ഇന്ത്യൻ സൈനികരുടെ സ്മാരകമായി ഇത് നിലകൊള്ളുന്നു. ഇത് അമർ ജവാൻ ജ്യോതി 1971 ഇൻഡോ പാക് യുദ്ധത്തിനു ശേഷം നിർമ്മിക്കപ്പെട്ട അമർ ജവാൻ സ്മാരകം 1972 ജനുവരി 26 ഉദ്ഘാടനം ചെയ്തത്. സ്മാരകത്തിൽ എല്ലാ രക്തസാക്ഷികളെയും ആദരിക്കുന്നതിനായി ഒരു ജ്വാല 2019 സ്ഥാപിച്ചു. ഇപ്പോൾ ആ ജ്വാല തെളിയിക്കുന്നതും തുടർന്ന് നടക്കുന്ന ചടങ്ങുകളുമാണിത്. അവസാനം പതാക താഴ്ത്തുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഡൽഹിയിലെ ഏറ്റവും വലിയ ടെമ്പിളായ അക്ഷർധാം ടെമ്പിളിലേക്ക് പോയി. അക്ഷർധാം സ്വാമിനാരായണ ടെമ്പിൾ വലിയ ക്ഷേത്ര കോമ്പൗണ്ടും കെട്ടിടങ്ങളുമാണ്. അവിടെ നിന്നും റെഡ് ഫോർട്ടിലേക്കാണ് പോയത്. 1639 ഷാജഹാൻ ചക്രവർത്തിയാണ് ചുവപ്പും വെള്ളയും നിറങ്ങളിൽ ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. മുഗൾ വാസ്തുവിദ്യയുടെ അങ്ങേയറ്റമാണ് ചെങ്കോട്ടയിൽ. 1857 സ്വാതന്ത്ര്യ സമര സമയത്ത് കോട്ടയുടെ മിക്ക മാർബിൾ പാർട്ടുകളും ബ്രിട്ടീഷുകാർ പൊളിച്ചുമാറ്റി. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിലെ ലാഹോറി ഗേറ്റിനു മുകളിൽ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തി. റിപ്പബ്ലിക് ഡേ ദിന പരേഡിന് വന്ന
നിശ്ചല ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് തുടങ്ങിയ നിരവധി പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഫെബ്രുവരി 1 വീക്ക് വരെ തുടരുമത്രേ. ഡൽഹി, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.